ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗായ്സ്, ഇത് കണ്ടോ, റോഡിലെത്തിയപ്പോൾ നമുക്ക് വെള്ളം കൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തെല്ലാം ഇപ്പോൾ നല്ല മഴയാണ്. കണ്ണൂർ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നല്ല കനത്ത മഴയുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വാഴത്തോപ്പാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം ഇപ്പോൾ നല്ല മഴയാണ്, ഒരു രക്ഷയില്ല. കണ്ണൂരുള്ള അത്യാവശ്യം മെയിൻ റോഡുകളിൽ കുഴപ്പമില്ലെങ്കിലും കട്ട് റോഡുകളിലും അതുപോലെ തന്നെ ഇടകളിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. വാഹനങ്ങളൊന്നും നമുക്ക് ഓടിച്ച് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ വാഹനങ്ങൾ ഓഫായി പോകുന്നൊരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ടൂ വീലേഴ്സ് അധികവും ഈ വെള്ളത്തിലോട്ട് വാഹനം കടത്തിവിട്ട് സാഹസിക പ്രവർത്തനങ്ങൾക്ക് മുതിരാറുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ വാഹനത്തിൻ്റെ എൻജിനിലോട്ടും അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിലോട്ടൊക്കെ വെള്ളം കയറുകയാണെങ്കിൽ പിന്നെ അത് അഴിച്ച് സർവീസിന് കൊടുക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഒരു പരിധിയിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വണ്ടി എടുക്കാൻ പാടില്ല, നമ്മൾ തിരിച്ചു പോവുക, അതേ രക്ഷയുള്ളൂ. ഇപ്പോൾ ഈ ഒരു വഴി കണ്ടോ, ഇവിടെ ഓട്ടോ ശരിക്കും പറഞ്ഞാൽ പോകുന്നുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കുറവാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഒരു റോഡുണ്ട്, അവിടെ നല്ല രീതിക്ക് വെള്ളമുണ്ട്. ആ റോഡിലൂടെ ഒരു കാരണവശാലും പോകാൻ വേണ്ടി പാടില്ലാത്തതാണ്. പക്ഷേ ഭൂരിപക്ഷം ടൂ വീലേഴ്സും ഇവിടുന്ന് സാഹസിക പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, ഇവരിപ്പോൾ പോയി പെട്ടതാണ്. അവിടെ ഒരു സ്കൂട്ടറാണ്. സ്കൂട്ടർ പ്രത്യേകിച്ച് ഒരു കാരണവശാലും പോകാൻ പാടില്ല, കാരണം അതിൻ്റെ ചെറിയ തരത്തിലുള്ള ടയറുകളാണ്. ബൈക്കാണെങ്കിൽ കുറച്ചും കൂടെ പിടിച്ച് നിൽക്കും. പക്ഷേ സ്കൂട്ടർ ഒരു രക്ഷയുണ്ടാവില്ല, എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഈ റോഡ് കണ്ടോ, ഇവിടെയും ഇതുപോലെ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്. ഇതിപ്പോൾ കണ്ണൂർ കക്കാട് ഭാഗത്ത് വരുന്ന റോഡുകളാണ് കേട്ടോ. ഇതുവഴി നമ്മൾ മുണ്ടയാട് ഭാഗത്തേക്ക് എളുപ്പത്തിൽ നമ്മൾ പോകുന്ന റോഡാണിത്, പള്ളിപ്പുറം വഴി. അപ്പോൾ ഇവിടെയെല്ലാം നല്ല രീതിക്ക് വെള്ളമുണ്ട്. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് റിനോൾട്ടിൻ്റെ ഒരു സർവീസ് സെൻ്റർ ഉണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക്. അപ്പോൾ ഇവിടെ വരുന്ന വണ്ടികൾക്കെല്ലാം സത്യം പറഞ്ഞാൽ ഇപ്പം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ കാണുന്നത് നമ്മുടെ കക്കാട് പുഴയാണ് കേട്ടോ. പുഴേൻ്റെ പരിസരത്തുള്ള ഈ ഒരു റോഡിലാണ് ഇപ്പോൾ കംപ്ലീറ്റ് വെള്ളം നിൽക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തുനിന്ന്, അതായത് ഈ മുണ്ടയാട് ഭാഗത്തുനിന്ന് വന്ന് നമുക്ക് കക്കാട് പോകണമെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും പോകാൻ പറ്റില്ല. ടൂ വീലറിലാണെങ്കിൽ നമുക്ക് തീരെ പറ്റില്ല. ഇപ്പോൾ ഓട്ടോ പോകുന്നുണ്ട്, അതുപോലെ തന്നെ കാറുകളെല്ലാം പോകുന്നുണ്ട്. പക്ഷേ അതത്ര സേഫ് അല്ല പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ അമൃത വിദ്യാലയത്തിലേക്ക് പോകുന്ന വഴി കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ചുറ്റി വരേണ്ട ഒരവസ്ഥയാണ്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരമാണ് കേട്ടോ. ഇവിടെ മുറ്റത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ സ്റ്റെപ്പ് വരെ ഏതാണ്ട് വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിസരവാസികളെല്ലാം ഇപ്പം തന്നെ എന്താ പറയുക, പരിഭ്രമിച്ചിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളത്. കാരണം വെള്ളം ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്, ഒരു രക്ഷയുമില്ല. നമ്മളിപ്പോൾ സാധാരണഗതിയിലുള്ള വയലുകളെല്ലാം നികത്തിയിട്ടാണ് വീടെടുക്കുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ കാണുന്നതാണ് വയൽ. ഇതുപോലുള്ള വയലുകൾ നികത്തി വീടെടുക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം സ്റ്റോറേജ് ആയിട്ട് പോയി നിൽക്കേണ്ട സ്ഥലത്ത് വീടാണുള്ളത്. അപ്പം അവിടെ നിൽക്കേണ്ട വെള്ളം കരപ്പറമ്പിലോട്ട് കയറും. ഈ ഒറ്റ കാരണമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം കണ്ടോ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് വയലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നേരെയുള്ള സ്ഥലം അത് വയലല്ല, സത്യം പറഞ്ഞാൽ അത് വഴിയാണ് കേട്ടോ. ഇതാ ഈ കാണുന്നത് ശരിക്കും ഒരു വഴിയാണ്, ബൈക്കും കാറൊക്കെ വരുന്നൊരു വഴിയാണിത്. പക്ഷേ ഇപ്പം വെള്ളം കയറിയത് കൊണ്ട് ഈ പരിസരത്തുള്ള വീട്ടുകാർക്കൊക്കെ ഈ വാഹനം ഓടിച്ച് പോകാൻ നല്ല രീതിക്ക് ബുദ്ധിമുട്ടാണ്. ഈ ഒരു അവസ്ഥ വന്നത് നമ്മൾ ഇതുപോലുള്ള വയലുകളെല്ലാം അത്യാവശ്യം നികത്തുന്നത് കൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരാനുള്ള മെയിൻ കാരണം. ഇപ്പം തന്നെ കണ്ടോ, നല്ല രീതിക്ക് മഴയാണ്. ഇനിയും വെള്ളം കൂടാനുള്ള ചാൻസുകൾ മാത്രമേ ഉള്ളൂ. ഇതുവഴിയാണ് നമ്മുടെ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലേക്ക് പോലും കുട്ടികൾ പോകുന്നൊരു വഴിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി മുങ്ങിയിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ ചുറ്റി വളഞ്ഞ് വേണം അവർക്ക് പോകാൻ. ഈ ഒരു വീട് കണ്ടോ, ഈ ഒരു വീടിൻ്റെ ഏതാണ്ട് അവരുടെ കോലായി വരെ വെള്ളമുണ്ട്. ഏതാണ്ട് വെള്ളം അകത്തോട്ടും കയറുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ ആൾ താമസമൊന്നുമില്ല, അവരൊക്കെ മാറിപ്പോയിട്ടുണ്ട്. കുറച്ച് കാലം മുമ്പേ മാറിപ്പോയതാണ്. അതുകൊണ്ട് അവർക്ക് അത്ര വല്ല കുഴപ്പമില്ല. ഏതായാലും മഴ ഇങ്ങനെ കൂടി വരുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് എല്ലാവരും സേഫായി ഇരിക്കുക, അത്രേ പറയാനുള്ളൂ, വേറൊന്നുമില്ല.